നവംബർ 1 ലക്ഷദ്വീപുകളിലെ ലക്ഷദ്വീപ് ദിനാചരണത്തോടൊപ്പം തന്നെ മിനിക്കോയ് ദ്വീപിലെ ഫുൻഹിലോൾ വില്ലേജിൽ അവരുടെ ജഹാദോണിയുടെയും വില്ലേജ് ഹൗസിന്റെയും ആനിവേഴ്സറി ആയി ആഘോഷിക്കുന്ന ഒരു ദിനം കൂടിയാണ്. അന്നേ ദിവസം വില്ലേജിലെ എല്ലാവരും തന്നെ ഒരേപോലുള്ള വസ്ത്രമണിയും. സ്ത്രീകളാണെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കളർ കോഡിലുള്ള ഒരു ലിബാസും, ആണുങ്ങളാണെങ്കിൽ ഫുൻഹിലോൾ വില്ലേജ് എന്ന് എഴുതിയിട്ടുള്ള അവരുടെ പരമ്പരാഗത ജേഴ്സിയുമാണ് അണിക. എന്നിട്ട് എല്ലാവരും വില്ലേജ് ഹൗസിനടുത്ത് വന്ന് വരാൻ പോകുന്ന ജഹാദോണി മത്സരങ്ങൾക്കായി ഒരുക്കി വെച്ച ജഹാദോണി കടലിൽ ഇറക്കുകയും ജഹാദോണിക്കൊപ്പം ബോട്ടും ഇറക്കി ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വരികയും ചെയ്യും. ഇനിയുള്ള ദിവസങ്ങളിൽ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാക്ടീസിന് വേണ്ടി ഇറക്കാൻ പറ്റിയ ഒരു പ്രത്യേക ജഹാദോണി ഷെഡ് ഉണ്ടാക്കുകയും അതിൽ തിരിച്ചു കൊണ്ടുവന്ന് കയറ്റി വയ്ക്കുന്നതുവരെയാണ് ഈ ഫംഗ്ഷൻ ഉണ്ടാവുന്നത്. ഇതിനുശേഷം ഈ പരിപാടിയുടെ ഭാഗമാവുന്ന വില്ലേജിലെ എല്ലാവർക്കും ചായയും പലഹാരവും നൽകുകയും മൂപ്പന്റെ സംസാരത്തിൽ ചെവിയോർത്ത് നിൽക്കുന്നതോടു കൂടിയും ഇന്നത്തെ പ്രധാന പരിപാടി കഴിയുമെങ്കിലും ആഘോഷങ്ങളും ഒത്തുചേരലും ഇവിടെ തീരുന്നില്ല. മിനിക്കോയ് ദ്വീപിലെ കാഴ്ചകൾ മറ്റു ദ്വീപുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ്, മനോഹരമാണ്. മിനിക്കോയിൽ നടക്കാൻ പോകുന്ന സഗാവി ദിവസം വരെ ഇനി അങ്ങോട്ട് മനോഹരങ്ങളായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ വേണ്ടി വേഗം തന്നെ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്തു വെച്ചോളൂ. ജഹാദോണി മത്സരം എന്താണെന്ന് അറിയാത്തവർക്കായി പറയട്ടെ. കേരളത്തിലുള്ള വള്ളം കളിയുമായി സാമ്യമുള്ള വള്ളംകളി മത്സരമാണ് ഈ മത്സരം, ജഹാദോണി മത്സരം. അതിനായി ഉപയോഗിക്കുന്ന വള്ളത്തിനാണ് ജഹാദോണി എന്ന് പറയുന്നത്. ഇതാണ് ആ സംഭവം. മത്സരത്തിൽ നീളവും വീതിയും കൊണ്ടും ചെറുതായ 2 കാറ്റഗറി കൂടി വള്ളംകളി മത്സരങ്ങളുണ്ട്. അതിന് വ്യത്യസ്തമായ നീളത്തിലും അളവിലും കൊണ്ട് ബോട്ട് എന്നും ഈ സംഭവത്തെ ബോട്ട് എന്നും ബോട്ട് എന്നും ഈ ചെറുവള്ളത്തെയും പറയും. അപ്പോൾ എങ്ങനെയാണ് സംഭവം? കളറല്ലേ? അപ്പോൾ ബാക്കിയുള്ള കളർ വീഡിയോസ് കാണാൻ വേഗം അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ.